ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശത്തിലാണ് ആറന്മുള. ജലഘോഷയാത്ര അല്പസമയത്തിനകം തുടങ്ങാനിരിക്കുന്നു. മത്സരവള്ളം കളി 3 മണിക്കാണ് തുടങ്ങുക. ഏറെ നാളുകൾക്ക് ശേഷം 52 കരകളിലെയും പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ജലമേളയുടെ പ്രത്യേകത. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് വിവരങ്ങളുമായി. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്കും PR പ്രവീണയിലേക്കുമാണ്. പ്രവീൺ, ജലമേളയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. നിരവധി ആളുകൾ മത്സരങ്ങൾ കാണാനും ജലഘോഷയാത്ര കാണാനുമായി അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ഭാഗത്താണല്ലോ പ്രവീൺ നിൽക്കുന്നത്. അവിടെ നിന്ന് കാണാനാകുന്നത് എന്താണ്? ആളുകളുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ ഈ ഘട്ടത്തിൽ പോകാനാകുമോ? സ്മൃതി, ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള പൊതുസമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ജലമേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഈ പമ്പാ നദിയുടെ ഈ സത്രക്കടവിന്റെ ഇടതുവശം ചേർന്ന് പള്ളിയോടങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നയനമനോഹരമായിട്ടുള്ള കാഴ്ച. പമ്പാ നദിയുടെ ഒരു വശത്ത് പള്ളിയോടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ജലഘോഷയാത്രയുടെ ആ ചടങ്ങിന്റെ ഉദ്ഘാടനം കഴിയുന്നതോടെ ഈ സത്രക്കടവ് വഴി ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ നിരനിരയായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതാണ് ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ഏറ്റവും വലിയ ആകർഷണം എന്നുള്ളത്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഇക്കുറി എത്തും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ 49 പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. 50 പള്ളിയോടങ്ങൾ മത്സരവള്ളംകളിയിലും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു പള്ളിയോടം അപകടത്തിൽപ്പെട്ടിരുന്നു. ആ പള്ളിയോടമാണ് ഇന്നിപ്പോൾ ഈ മത്സരവള്ളംകളിയിലും ഒപ്പം തന്നെ ജലഘോഷയാത്രയിലും പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, മുത്തുക്കുടകളൊക്കെ തയ്യാറാണ്. അവിടെ ഈ തുഴച്ചിൽക്കാരൊക്കെ മുത്തുക്കുടകളൊക്കെ ചൂടി വെള്ള തലപ്പാവും മുണ്ടുമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വളരെ മനോഹര കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ പള്ളിയോടങ്ങളുടെ അമരമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. സ്വർണ്ണ നിറത്തിലുള്ള മുത്തുക്കുടകൾ, ഒപ്പം തന്നെ അലങ്കാരങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സത്രക്കടവിന്റെ പ്രധാനപ്പെട്ട പവലിയനിന് മുന്നിലൂടെ ഈ 50 പള്ളിയോടങ്ങളും നിരനിരയായി സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ആ ഭാഗത്തേക്ക് പോകും. സത്രക്കടവ് ഭാഗത്ത് നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. ഇപ്പോൾ ഈ പള്ളിയോടങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 50 മീറ്ററോളം മാറി സത്രക്കടവിലാണ് ഇപ്പോൾ ഈ പൊതുസമ്മേളനം നടക്കുന്നത്. ഈ പൊതുസമ്മേളനം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ജലമേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഞാൻ എത്താം പ്രവീണിലേക്ക്. ഇപ്പോൾ അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു. ജലോത്സവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു. മത്സരങ്ങൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനെയാണ് ചടങ്ങുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമ്മേളനം തുടങ്ങുകയായി അല്ലേ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പുറമെ സംസ്ഥാനത്തെ 4 മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി KN ബാലഗോപാൽ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ സജി ചെറിയാൻ, മന്ത്രി വീണ ജോർജ് എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ ജലഘോഷയാത്ര ആരംഭിക്കും. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സത്രംകടവിലെ ഈ പ്രധാന വേദിക്ക് സമീപത്ത് നിന്നാണ് ഈ ജലഘോഷയാത്ര ആരംഭിക്കുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കായിരിക്കും ജലഘോഷയാത്ര ഉണ്ടാവുക. മുഴുവൻ പള്ളിയോടങ്ങളും 52 പള്ളിയോടങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ 50 പള്ളിയോടങ്ങൾ ഉണ്ടാകുമെന്നാണ് അവസാനമായി അറിയിക്കുന്നത്. ഈ 50 പള്ളിയോടങ്ങളും ഈ സത്രംകടവിലെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒന്നിച്ച് ഒരേ താളത്തിൽ ഒരേ ആവേശത്തിൽ പോകും. അത് വലിയൊരു വർണ്ണാഭമായ കാഴ്ചയായിരിക്കും. അതായിരിക്കും ജലഘോഷയാത്ര ആദ്യം നടക്കുക. അതിനുശേഷമായിരിക്കും 3 മണിയോടുകൂടിയായിരിക്കും മത്സര വള്ളംകളി നടക്കുക. 2 ബാച്ചുകളിലായാണ് മത്സര വള്ളംകളി നടക്കുന്നത്. 9 ഹീറ്റ്സുകളാണ് A ബാച്ചിലുള്ളത്. B ബാച്ചിൽ 5 ഹീറ്റ്സ് മത്സരങ്ങളുമുണ്ട്. അതിനുശേഷമായിരിക്കും ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഏതാണ്ട് 5 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആചാരപ്പെരുമ, അതോടൊപ്പം തന്നെ പൈതൃകം എല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ പ്രത്യേകത നെഹ്റു ട്രോഫിയുടെ മാതൃകയിൽ ഒരു സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി മത്സരം ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. സമയം മാത്രമല്ല, സമയക്രമം, അതോടൊപ്പം തന്നെ സമയം, അച്ചടക്കം എല്ലാം തന്നെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കും
ഈ അന്തിമ വിജയികളെ പ്രഖ്യാപിക്കുക. ഒരു മത്സര വള്ളംകളി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ജലമേളയാണ്, ഒരു ആചാരമാണ്. അതോടൊപ്പം തന്നെ ഈ പൈതൃകത്തെയൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് ആറന്മുള. ഈ പമ്പയാറിൻ്റെ പല ഭാഗങ്ങളിലുള്ള 52 കരകൾ, ഈ 52 കരകളും ഇത്തവണ ഈ പള്ളിയോടങ്ങളുമായി മത്സരിക്കാൻ എത്തുന്നു, ജലമേളയ്ക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു ഏറെ പ്രത്യേകത. എന്തായാലും ഇന്നലെ നടന്ന ചില അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചില വള്ളങ്ങൾ ഇത്തവണ മത്സരിക്കാൻ എത്താതിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 50 വള്ളങ്ങൾ ഈ ജലമേളയിൽ ജലഘോഷയാത്രയിൽ അണിനിരക്കും. അതിനുശേഷം ഈ മത്സര വള്ളംകളിയും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പള്ളിയോടങ്ങളൊക്കെ തന്നെ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഈ ഫിനിഷിംഗ് പോയിന്റ് സത്രക്കടവിന്റെ ഭാഗത്ത് പള്ളിയോടങ്ങളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. പല ഭാഗങ്ങളിലേക്കായി താളത്തിൽ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് അതേ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഈ സത്രംകടവിലെ ഫിനിഷിംഗ് പോയിന്റിൽ അവിടെ ഒന്നിച്ച് അണിനിരക്കും. അതിനുശേഷം ഒന്നിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയായിരിക്കും. അതൊരു ദൃശ്യവിസ്മയമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജലോത്സവത്തിനിടെ ഇന്നലെ അപകടത്തിൽപ്പെട്ട മുതവഴി പള്ളിയോടം പങ്കെടുക്കില്ല. മുല്ലപ്പുഴശ്ശേരിയും കുറിയന്നൂരുമാണ് മത്സരത്തിലില്ലാത്ത മറ്റ് 2 പള്ളിയോടങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. കാഴ്ചക്കാർ അവിടെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മധ്യഭാഗത്തു നിന്നും PR പ്രവീണ വിവരങ്ങളുമായി. പ്രവീണ ക്ഷേത്രത്തിന് മുന്നിലാണ് പ്രവീണ നിലയുറപ്പിച്ചെന്ന് നേരത്തെ പറയുകയുണ്ടായി. അവിടെ നിന്നുള്ള കാഴ്ച എന്താണ്? പറയാറില്ലേ, പൂരത്തിന് ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി അണിനിരക്കുന്നത് പോലെ ഈ പള്ളിയോടങ്ങളിൽ വലിയ തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ വെച്ച് മുത്തുകളൊക്കെ ചൂടി, അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴഞ്ഞ് അതിന് അവർക്ക് ആവേശം നൽകാൻ കൂടെ പലവട്ടം വാനിലേക്ക് ഉയർത്തി അവരെ ആവേശം കൊള്ളിക്കുന്നവർ. അങ്ങനെ ഒരു വലിയ വിസ്മയ കാഴ്ചയാണ്. ആചാരപ്പെരുമ നിലനിർത്തിക്കൊണ്ടുള്ള ഈ കാഴ്ച നേരിൽ കാണേണ്ടത് കൂടിയാണ്. കാരണം ഇപ്പൊ നെറ്റിപ്പട്ടം ഒക്കെ ചൂടിയ വള്ളങ്ങൾ ഓരോന്നും ഇപ്പൊ മംഗലം വെള്ളമാണ്, 47 മംഗലം വെള്ളമാണ്. ഇതിൽ നിന്ന് ഘോഷയാത്രയിലേക്ക് പങ്കെടുക്കാൻ ഇവിടെ എത്തി ക്ഷേത്രക്കടലിലേക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ക്ഷേത്രക്കടലിലേക്ക് ഭാഗത്തേക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. പ്രവീണ പറയുന്നത് അല്പം വ്യക്തത കുറവുണ്ട്. ഞാൻ പ്രവീൺ പുരുഷോത്തമിലേക്ക് പോകുന്നു. പ്രവീൺ, അവിടെ നിന്നും വള്ളങ്ങൾ പുറപ്പെടുന്നു, വരിവരിയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. അതാണല്ലോ പ്രവീൺ പറഞ്ഞത്. ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച എന്താണ്? നമുക്ക് ഈ വള്ളങ്ങളിൽ പോകുന്നവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റുമോ? സ്മൃതി, ജലഘോഷ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ പള്ളിയോടങ്ങളും ഇപ്പോൾ ഈ സത്രക്കടവിലെ ഒരു ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിയുമ്പോൾ മാത്രം സത്രക്കടവിന് മുൻവശത്തൂടെ ഫിനിഷിംഗ് പോയിന്റിലൂടെ ഈ പള്ളിയോടങ്ങളെല്ലാം നിരനിരയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ടാണ് പമ്പാ നദിയുടെ ഇരുകരകളിലും ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. കാരണം അത് നയനമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എല്ലാ വർഷവും ഉത്രട്ടാതി ജലമേള എന്ന് പറയുമ്പോൾ ആറന്മുളക്കാരെ സംബന്ധിച്ച് ഒരു ഉത്സവം തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആറന്മുളക്കാർ ഈ ഉത്രട്ടാതി ജലോത്സവം നടക്കുന്ന ദിവസം ആറന്മുളയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെയാണ് ഉള്ള ആളുകളും. വിവിധ ദേശങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ സത്രക്കടവിലേക്കും ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പമ്പാ നദിയുടെ ഇരുകരകളിലേക്കും എത്തിയിരിക്കുന്നത്. ആറന്മുള അമ്പലത്തിനോട് ചേർന്ന കരയിലാണ് ഇപ്പോൾ ഈ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. ഈ പമ്പാ നദിയുടെ ഇതിൻ്റെ എതിർവശത്തുള്ള കരയിലും ഇതിൽ അധികം ആളുകളാണ് ഈ ഭക്തി നിർഭരമായിട്ടുള്ള ഈ ജലഘോഷയാത്രയും ഒപ്പം തന്നെ ഉത്രട്ടാതി ജലമേളയും കാണുന്നതിനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ജലഘോഷയാത്ര പുറപ്പെട്ടിട്ടില്ല, അത് പുറപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. 50ഓളം പള്ളിയോടങ്ങൾ ഇങ്ങനെ നിരനിരയായി പമ്പാ നദിയുടെ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ അല്പസമയം കൂടി കഴിയുമ്പോൾ അവർ മുന്നോട്ട് നീങ്ങും. ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ തുഴഞ്ഞുകൊണ്ട് അവർ ഈ പവലിയന് മുന്നിലൂടെ ഇവിടെ ഉദ്ഘാടനത്തിന് ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള VIP-കൾക്ക് മുന്നിലൂടെ ഒപ്പം തന്നെ ഈ ഭക്തർക്ക് മുന്നിലൂടെയൊക്കെ അവർ ഈ ജലഘോഷയാത്ര പള്ളിയോടങ്ങളിൽ തുഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും.